വീണ്ടും വാർത്തകളിലേക്ക്. ഗീതാധ്യാനം വളരെ മനോഹരമായി കാണാതെ ചൊല്ലുന്ന 3.5 വയസ്സുകാരനെ പരിചയപ്പെടാം. ഇനി പാലക്കാട് മൂത്താന്തറ സ്വദേശികളായ അരുൺരാജ് ശ്രീലക്ഷ്മി ദമ്പതികളുടെ മകൻ മാനവാണ് ചെറുപ്രായത്തിലെ തന്നെ ഗീതാധ്യാനത്തിൽ 52 വരികൾ കാണാതെ ചൊല്ലുന്നത്. കൂടാതെ സുഭാഷിതങ്ങളും മറ്റ് ധ്യാന ശ്ലോകങ്ങളും എല്ലാം മാനവിന് മനഃപ്പാടമാണ്. ഓം ഭർത്തായ പ്രതിബോധിത ഭഗവത നാരായണേന സ്വയം രാസേന ഗദ്ദിത പുരാണ മുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃത വർഷിണി ഭഗവതി അഷ്ടാദശാധ്യായിനി. ഭഗവത്ഗീത പഠന ക്ലാസ്സിന് ചേർന്ന് വെറും 6 മാസം കൊണ്ടാണ് പാലക്കാട് മൂത്താന്തറ സ്വദേശിയായ മാനവ് എന്ന 3.5 വയസ്സുകാരൻ ഗീതാധ്യാനത്തിലെ 52 വരികളും കാണാതെ ചൊല്ലുന്നത്. ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതം തുര്യേ നമഃ സർവോപരി സദോദാവോ ദിത്ത ഗോപാലനന്ദന പാർത്തോ വെൽസസുധീർ ബോത്ത. ഗീതാധ്യാനത്തിനു പുറമെ മറ്റ് ധ്യാന ശ്ലോകങ്ങളും മാനവിന് മനഃപ്പാടമാണ്. കൂടാതെ സുഭാഷിതങ്ങളും ചൊല്ലി അർത്ഥം കൃത്യമായി പറയും ഈ കൊച്ചു മിടുക്കൻ. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരാത് കേശവം പ്രതിഗച്ഛതി. ആകാശത്തുനിന്ന് വീഴുന്ന ജലം എപ്പോഴാണോ കടലിൽ എത്തിച്ചേരുന്നത് അതേപോലെ എല്ലാ ദേവന്മാരുടെ നമസ്കാരം കേശവന് ചേർന്നു. കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗത്തിലും മറ്റും അടിമപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മാനവിൻ്റെ ശ്ലോകങ്ങളോടുള്ള താല്പര്യത്തിൽ രക്ഷിതാക്കളും വലിയ സന്തോഷത്തിലാണ്. മോനെ ഏകദേശം 6 മാസമായി ടീച്ചറെടുത്ത് ക്ലാസ്സിന് പോകാൻ തുടങ്ങിയിട്ട്. വളരെ സന്തോഷമുള്ള കാര്യം, ശനി ഞായറുമാണ് ക്ലാസ്. കഴിഞ്ഞ ഒരു 6 മാസമായി ടീച്ചർ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ മോൻ്റെ 1 മാസം പോയപ്പോൾ അതിന് ശേഷമുള്ള ഇൻട്രസ്റ്റ് കണ്ടിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വിടുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ 9ഓളം ശ്ലോകങ്ങൾ ബൈഹാർട്ടായിട്ട് മോന് പറയാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം. മൂത്താന്തറ റാണപ്രതാപ് സ്ട്രീറ്റിലെ സുശീല ടീച്ചറാണ് മാനവിനുൾപ്പെടെ നിരവധി കുരുന്നുകൾക്ക് സൗജന്യമായി ഗീത പഠിപ്പിക്കുന്നത്. 1 മാസം കഴിഞ്ഞപ്പോൾ അവൻ തനിയെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ചൊല്ലണ കണ്ടു. അങ്ങനെ നന്നായി ചൊല്ലാൻ പഠിച്ചു. എല്ലാവരും നന്നായി ചൊല്ലുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ കുട്ടിയാണ്, 3.5 വയസ്സേ ആയിട്ടുള്ളൂ. മാനവാണ് ഏറ്റവും 9 ശ്ലോകവും അക്ഷരസ്ഫുടതയോടെ ചൊല്ലണത്. കൂടുതൽ കുരുന്നുകൾക്ക് ഭഗവത്ഗീതയും മറ്റ് പുരാണ ഇതിഹാസങ്ങളുമെല്ലാം പഠിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സുശീല ടീച്ചറും. ജനം, പാലക്കാട്.